നമ്മുടെ വേലിച്ചീര അല്ലെ മൈസൂർ ചീര എന്ന് പറയപ്പെടുന്ന ചീര ഇനത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് വേലിച്ചീര അല്ലെ മൈസൂർ ചീര എന്നൊക്കെ പറയുന്നത്. ഇതിന് ബോംബെ ചീരയെന്നും എവിടെ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു പേരുള്ളതായിട്ട്. അതേപോലെ നിങ്ങളുടെ നാടുകളിൽ എന്തെങ്കിലും ഇതിന് പ്രാദേശിക പേര് പറയുന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ആൾക്കാർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വേലിച്ചീര എന്ന് പറയുന്നത്. ഇതിൻ്റെ തണ്ടൊടിച്ച് നട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. ഇതുപോലെയുള്ള എളുപ്പം തണ്ടുകളെല്ലാം നല്ല മൂത്തിട്ടുള്ള തണ്ടുകൾ വെട്ടി തന്നില്ലേ, ഇതൊരു മൂത്ത തണ്ടാണ്. അപ്പോൾ ഇതേപോലുള്ള മൂത്ത തണ്ടുകൾ വെട്ടി നട്ടിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ അരിയുണ്ട്, അരി പൊട്ടി വീണിട്ട് നമുക്ക് തൈകളാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഏറ്റവും എളുപ്പത്തിൽ ഇതിൻ്റെ പുതിയ തൈകൾ അല്ലെ വംശവർദ്ധനവ് എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഏത് കാലാവസ്ഥയിലും, നമ്മുടെ കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും ഇവ നന്നായി വളരും. ഇപ്പോൾ ഇവയ്ക്കുണ്ടാകുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകാറുണ്ട്. അതേപോലെ ഇത് കണ്ടില്ലേ, ചില ഇലകളൊക്കെ ഇതേപോലെ മുരടിച്ച് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ യാതൊരുവിധ വളമോ കെയറോ വെള്ളമോ ഒന്നും കൊടുത്ത് വളർത്തുന്നതല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ സാധനത്തിന്. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഇല നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, അതായത് ഈ ചുരുളിച്ചുള്ള ഈ ഇലകൾ നമുക്ക് പറിച്ച് കളഞ്ഞിട്ട് ബാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള തലപ്പുകളാണ്, കണ്ടില്ലേ, ഈ എളുപ്പം തലപ്പുകളാണ്. ഒടിക്കുമ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു വരുന്ന ഇത്തരം എളുപ്പം തലപ്പുകളാണ് നമ്മൾ ഇതിന് തോരൻ വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. യാതൊരുവിധ വളമോ വെള്ളമോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കെയറോ കാര്യങ്ങളൊന്നും വേണ്ട. വെയിലത്തായാലും ഷെയ്ഡിലായാലും എവിടാണെങ്കിലും ഇപ്പം നന്നായി വളർന്ന് തന്നെ കയറിക്കൊണ്ടിരിക്കും. ആകെ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ ട്രിം ചെയ്ത് എപ്പോഴും കട്ട് ചെയ്ത് നിർത്താൻ മാത്രം ഓർത്തിരിക്കുക. അടുക്കളത്തോട്ടത്തിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഇലക്കറികളിൽ ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇലക്കറി തന്നെയാണ് ഈ വേലിച്ചീര എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അവയുടെ കായകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കാണുന്ന ഇതിൻ്റെ തലപ്പത്ത് തൊപ്പി പോലെ കാണുന്ന ആ ചുമന്ന സാധനമാണ് ഇതിൻ്റെ പൂവ് എന്ന് പറയുന്നത്. അതിൽ തന്നെയാണ് കായകൾ ഉണ്ടാകുന്നത്. വിളഞ്ഞ കായകൾ നല്ല രീതിയിൽ വൈറ്റ് കളറൊക്കെ ആയിട്ട് അതിങ്ങനെ ഇത് പൊട്ടിയും വെച്ച് ഇതിനകത്തൊരു 4 വിത്തുകളുണ്ടാകും. അപ്പോൾ ആ വിത്തുകളിട്ട് നമുക്ക് ഇതിനെ കിളിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് തന്നെ, നല്ല മൂത്ത തണ്ട് തന്നെ കട്ട് ചെയ്ത് വയ്ക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറയുന്നത്.